വഹിക്കേണ്ടി വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല. BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ പദ്ധതി ആണ് ഇത് എന്നും ഭക്തി വ്യക്തിപരമാണ് എന്നും കാട്ടിയാണ് തീരുമാനം. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഔദ്യോഗികമായ തീരുമാനം. രാഷ്ട്രീയമായി കോൺഗ്രസിന് വലിയ വെല്ലുവിളിയുണ്ടായ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ, അതായത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം നിയമ പോരാട്ടത്തിലൂടെ ആയിരുന്നു ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്തിയത്. പക്ഷേ അത് മതനിരപേക്ഷതയ്ക്ക് യോജിക്കുന്നതാണോ എന്ന ചോദ്യം രാഷ്ട്രീയ കോണുകളിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തെ BJP രാഷ്ട്രീയമായ ആയുധമാക്കി മാറ്റുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണം. ഇതെല്ലാം നിലനിൽക്കെയാണ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസ് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, ഇതിൽ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം, ഇത് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ആണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. രാഷ്ട്രീയമായി BJP ഇതിനെ മുതലാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPക്ക് പങ്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷണത്തെ വ്യക്തിപരമായ ക്ഷണം എന്ന നിലയിൽ കണ്ടാൽ മതി എന്ന മട്ടിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പലപ്പോഴായി പ്രതികരണമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു വ്യക്തത പാർട്ടി വരുത്തുന്നുണ്ടോ? അതായത് പാർട്ടി പ്രതിനിധികൾ എന്ന നിലയിൽ ആളുകൾ പങ്കെടുക്കില്ല എന്നാണോ, അതെയോ പാർട്ടിയുടെ ഒരു നേതാക്കളും ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണോ? അഭിലാഷ്, ഈ ക്ഷണം ലഭിച്ചത് മുതൽ കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇന്നത്തെ ഈ തീരുമാനത്തിലൂടെ കോൺഗ്രസ് മറികടക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 22-ന് നടക്കുന്ന ജനുവരി 22-ന് നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ജയറാം രമേശിന്റെ വാർത്താക്കുറിപ്പായാണ് ഈ തീരുമാനം, കോൺഗ്രസിന്റെ ഈ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കാൻ RSS BJP സഖ്യം ശ്രമിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കും, ഈ ക്ഷണം നിരസിക്കുന്നു എന്നതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. ഇതിൽ നിന്നും കോൺഗ്രസ് ഈ പരിപാടിയുമായി സഹകരിക്കില്ല എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭക്തി വ്യക്തിപരമാണ്, റിലിജിയൻ അത് വ്യക്തിപരമാണ്. കോൺഗ്രസ് എന്ന പാർട്ടി ഇതിൽ പങ്കെടുക്കില്ല എന്നാണ് വ്യക്തമായും ഈ കുറിപ്പിൽ പറയുന്നത്. കോൺഗ്രസിന് നമുക്കറിയാം, ഈ ക്ഷണം ലഭിച്ചപ്പോൾ മുതൽ കൃത്യമായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പങ്കെടുക്കണമോ വേണ്ടയോ എന്നതിൽ ഒരു തീരുമാനം പറയാൻ നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ചില നേതാക്കൾ പറയുകയും ചെയ്തു. വ്യക്തിപരമായി തങ്ങൾ ഈ ഭക്തി ഉള്ളവർ അതിൽ പങ്കെടുക്കുമെന്ന അഭിപ്രായം ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന ഔദ്യോഗിക തീരുമാനമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അത് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി മാറുന്നു എന്ന നിലയിലാണ് ഇത് സ്നേഹപൂർവ്വം ഈ ക്ഷണം നിരസിക്കുന്നത് എന്ന് പറയുകയാണ് കോൺഗ്രസ്. സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും അധീർ രഞ്ജൻ ചൗധരിക്കുമായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചിരുന്നത്. ഇവർ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അണികൾക്കിടയിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. കോൺഗ്രസിൻ്റേത് മൃദു ഹിന്ദുത്വ നിലപാടാണ് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. അവർക്ക് ഈ ക്ഷണം CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ നിരസിച്ചിരുന്നതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങൾ കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരുന്നു. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കറിയാം, സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ അയോധ്യ ഒരു വിഷയമായി തന്നെ ഉയർന്നു വരുമ്പോൾ അതിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടിൻ്റെ ആദ്യപടി എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തായാലും ആ ചടങ്ങ് രാഷ്ട്രീയമാണ്. അത് അവിടെ മോദി എന്ന വ്യക്തി അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള തരത്തിലാണ് ആ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അതായത് നിലവിൽ ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇതിൽ രേണുക, ഈ പ്രസ് റിലീസിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ലോർഡ് രാമ ഈസ് വർഷിപ്ഡ് ബൈ മില്യൺ ഇൻ അവർ കൺട്രി. അതായത് ദശലക്ഷക്കണക്കിന് ആളുകൾ ശ്രീരാമനെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതൊരു റിലീജിയസ് എന്നത് പേഴ്സണൽ മാറ്ററാണ്, വ്യക്തിപരമായ വിഷയമാണ്. RSSും BJPയും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മറ്റ് വിയോജിപ്പുകളോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിയോജിപ്പുമല്ല ഇതിൽ ഉള്ളത്. ഈ ക്ഷണം ലഭിച്ചത് ആർക്കൊക്കെ?
സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ആദിർ രഞ്ജൻ ചൗധരി എന്നിവർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ആ ക്ഷണം നിരസിക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ അത് സ്വാഭാവികമായും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം തന്നെ ബാധകമാകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? അഭിലാഷ്, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? രേണുക, ഇതിലിപ്പോൾ ജയറാം രമേശിന്റെ പ്രസ് റിലീസിൽ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ ആദിർ രഞ്ജൻ ചൗധരി എന്നിവർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചിരുന്നു. അത് തള്ളിക്കളയുന്നു എന്നുള്ളതാണ്, പേര് സഹിതമാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി ബാധകമാകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? തീർച്ചയായും അഭിലാഷ്, ഇത് രാഷ്ട്രീയമാണ്. ഈ കോടതി വിധി ഉണ്ടായപ്പോൾ തന്നെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അതിന് ശേഷം ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP RSS തീരുമാനമുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പോലും ആ നിലയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ട്രസ്റ്റിന്റെ ക്ഷണം നിരസിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ക്ഷണം ലഭിച്ച ഈ 3 പേരും അതിൽ പങ്കെടുക്കില്ല എന്നത് വ്യക്തമാണ്. പാർട്ടി അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നത് വ്യക്തമാണ്. പക്ഷേ നമുക്കറിയാം, കോൺഗ്രസ് ആണ് പാർട്ടി. നമ്മൾ കഴിഞ്ഞ ഈ ഏറ്റവും അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടതാണ്. പലയിടത്തും അവർ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത